ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെരി പെരി അൽഫാം എങ്ങനെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ടൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു വലിയ ഉള്ളി, കുറച്ച് മല്ലിയില, അതുപോലെ പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് കുറച്ച് മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചെറിയ ജീരകപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് നാരങ്ങ നീരും തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിൽ ഉപ്പുണ്ടാകും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇതിലോട്ട് ഞാൻ കുറച്ച് കളറും കൂടെ ചേർക്കുന്നുണ്ട്, ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം ചേർത്താൽ മതി. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലൊക്കെ ഇനി നന്നായി ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് തന്നെ ഇത് മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം ഈ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടുതൽ മൊരിഞ്ഞു പോകാണ്ടിരിക്കാനും അതുപോലെ മസാല കരിയാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ചിക്കനൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കരിഞ്ഞിട്ടുമില്ല, പുറം ഭാഗമൊന്നും അങ്ങനെ മൊരിഞ്ഞു പോയിട്ടുമില്ല, നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. അതും കൂടി ചെയ്താൽ മാത്രമേ നമ്മുടെ പെരി പെരി അൽഫാം ഇവിടെ കംപ്ലീറ്റ് റെഡി ആവുള്ളൂ. അതിനായിട്ട് ഈ പാനിലോട്ട് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാലക്കൂട്ടിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു. ആ മസാലക്കൂട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ കംപ്ലീറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചില്ലി സോസ് ആയാലും മതി. അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിലും പെരി പെരി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല പെരി പെരി മസാല ആണെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും ഈ പെരി പെരി മസാലയും കൂടെ ചേർത്ത് മിക്സാക്കി എടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഓരോന്നും ഇതിലോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഈ മസാല അതിലൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം.
അപ്പോൾ ഇതുപോലെ എല്ലാ വശത്തും ഇതൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ പെരി പെരി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കാനും ഭയങ്കര ഈസിയാണ്. അതുപോലെ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ.